ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിക്ക് തിരിച്ച് വന്നിട്ടില്ല. വെച്ചാൽ ഞാൻ 2 ദിവസം മുമ്പ് കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുളിക്കുകയും മഴ നനയുകയൊക്കെ ചെയ്ത് പിന്നെയും സൗണ്ട് പോയി. സൗണ്ടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വന്നിരുന്നതാണ്, പനിയൊക്കെ ഒന്ന് മാറി വന്നതാണ്. അപ്പോൾ പിന്നെയും മൂക്കടപ്പും സൗണ്ട് പോയിട്ടുമുണ്ട്. അങ്ങനെ ദേ കുഞ്ഞുണന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇത് രാവിലെ അപ്പവും മുട്ടക്കറിയാണ്. ഞാൻ പോയി കൊച്ചിരി എടുക്കട്ടെ. ഈ നീറ്റ് വന്നപ്പോൾ ഇച്ചിരി കരച്ചിൽ മൂഷേട്ടയൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ അവൻ അങ്ങോട്ട് ഓണായി. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്ത് കണ്ടുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം അവന് തന്നെ ചെയ്യണം. അപ്പം ഞാനും അങ്ങ് ചെയ്യിപ്പിക്കും. ഇപ്പോഴേ ഇതൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കുന്നതല്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ തിണ്ണയൊക്കെ തുടച്ചു. അത് കഴിഞ്ഞ് നേരെ പിന്നെ അടുക്കളയിലേക്ക് പോയി. അപ്പം ഞാൻ സവാളയൊക്കെ അരിയാണ്. നമ്മളിന്ന് മുട്ടക്കറി ആണല്ലോ വെക്കുന്നത്, അപ്പോൾ മുട്ടക്കറിയും. അപ്പം ഞാൻ സവാള അരിയുന്ന സമയം കൊണ്ട് എൻ്റെ കുറേ പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് പനി ആയതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ കുറച്ച് പാത്രങ്ങളെ കഴുകിയുള്ളായിരുന്നു. ബാക്കി അവിടെ സിങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ വന്ന് എനിക്കതെല്ലാം കഴുകി വെക്കുകയാണ്. ആൾക്ക് 3 വയസ്സേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴേ നന്നായിട്ട് പാത്രമൊക്കെ കഴുകി വെക്കും. എനിക്ക് എല്ലാ ജോലികളും ചെയ്തു തരും. ഞാൻ ചെയ്യുന്നത് കണ്ടു പഠിച്ചതാണ് എല്ലാം. വെള്ളം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. വെള്ളം ചുമ്മാ കളയല്ലോ. ഒത്തിരി ആൾക്കാർക്ക് വെള്ളം ഇല്ലാണ്ട് കിടക്കുന്നവരുണ്ട്. വെള്ളം അമൂല്യമാണ്, പായാക്കി കളയാൻ പാടില്ല കേട്ടോ. വെള്ളം ഓണാക്കി ഓഫ് ആക്കണം പെട്ടെന്ന് കേട്ടോ. കഴുകി കഴിഞ്ഞോ? ഇച്ചിരി കൂടെ ചോപ്പുണ്ടല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എല്ലാം അവൻ അത് മനസ്സിലാക്കി ചെയ്യും. ഇപ്പം വെള്ളം ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് ശേഷം വെള്ളം ഓഫ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ കഴുകുന്നതിനകത്ത് കുറച്ച് സോപ്പൊക്കെ ബാക്കിയിരിക്കും. അത് ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ കഴുകിയിട്ടാണ് മാറ്റുന്നത്. അപ്പം നമ്മൾ അപ്പത്തിന് ഇന്ന് നമ്മുടെ ഏവീസിൻ്റെ അപ്പം മാവാണ്. നമ്മുടെ ആലപ്പുഴയിൽ ഏവീസിൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇത് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. നല്ല അപ്പമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അപ്പത്തിൻ്റെ മാവ് വെച്ചുണ്ടാക്കുന്ന അപ്പം ആ മാവാണ്. അപ്പം രാവിലെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് തണുപ്പ് മാറാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ട്. പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് മുട്ട അങ്ങോട്ട് ഇട്ടാൽ മതി. കുഞ്ഞപ്പോഴത്തേക്കിനും പാത്രമൊക്കെ കഴുകി ഇതാണ്ട് ആ ഏരിയയൊക്കെ തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ട് മഴ കാണാനായിട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഥ പറഞ്ഞ് കളിച്ചുകൊണ്ടൊക്കെ കുറച്ച് നേരം നമ്മൾ നിന്നു. അപ്പോഴത്തേക്കിനും ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പുഴുങ്ങാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങുന്ന ടൈമാണ് നമ്മൾ ഈ പുറത്തൊക്കെ പോയി നിന്നിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കിനും നമ്മൾ നേരെ അകത്ത് പോയി. പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചു. അതിനും അവനാണ് സഹായിക്കുന്നത്. എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ നിർത്തും. ഞാനത് ചെയ്യാനൊരു കാര്യം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളെ ഇരിക്കുന്നിടത്തുനിന്ന് ഇന്നിക്കത്ത് പോലുമില്ല, വെള്ളം വരെ നമ്മൾ എടുത്തുകൊണ്ട് കൊടുക്കണം. ആ ഒരു രീതി എനിക്ക് ഇഷ്ടമല്ല. ഇതിപ്പോൾ നമ്മളെ പോലെ തന്നെ അവനും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് വളരുന്നത്. അവന് ദാഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പോയി വെള്ളം എടുത്തു കൊടുക്കും, കുടിക്കും, നമുക്ക് എടുത്തുകൊണ്ട് തരുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം എന്ന കാര്യമാണ് ഞാൻ ഇതിലൂടെ പഠിപ്പിക്കാനും പറയാനും ഒക്കെ ശ്രമിക്കുന്നത്. അല്ലാതെ ബാലവേല ചെയ്യിപ്പിക്കുകയൊന്നും അല്ല. അവന് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ അവനെ നിർബന്ധിച്ച് ഒരു കാര്യവും ചെയ്യിപ്പിക്കാറില്ല. അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും മുതിർന്നവർ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെറുതാണല്ലോ അവരെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും. അത് കഴിഞ്ഞ് ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ അവർക്ക് എല്ലാം ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ ദേ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി മുട്ടക്കറിയായിട്ട് കുഞ്ഞിന് കൊടുത്തു. അവൻ അവിടെ തന്നെ അടുക്കളയിൽ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ അച്ഛൻ പുറത്ത് പോയേക്കുവാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ കൂടെ ഡൈനിങ് ടേബിളിൽ പോയിരുന്നിട്ടായിരിക്കും കഴിക്കുന്നത്. മുട്ടക്കറി ആയപ്പോഴത്തേക്കിനും അവന് ഉപ്പ് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൈയോടെ അവന് ഉപ്പ് നോക്കാനൊക്കെ കൊടുത്തു. അവന് ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ദേ അടുക്കളയിൽ തന്നെ ഇരുന്ന് അപ്പവും മുട്ടക്കറി കൂടെ കഴിക്കുകയാണ്. അപ്പോൾ തന്നെ അവൻ കഴിച്ചോളൂ. നമ്മൾ വാരി കൊടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയുണ്ട് പൊന്നു, സൂപ്പറാണോ? ഇന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.